പുണ്യമാസമായ റമദാൻ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. പുണ്യമാസമായി മുസ്ലിങ്ങൾ കരുതുന്ന റമദാൻ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ പശ്ചിമേഷ്യയാകെ വലിയൊരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് ഇസ്രായേൽ. റമദാൻ ആഘോഷത്തെ രക്തത്തിൽ മുക്കാനായി, ചോരയിൽ മുക്കാനായി ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു. അതിനുള്ള തെളിവാണ് റഫയിലേക്ക് അവർ ഇന്ന് നടത്തിയ ആക്രമണം. മാത്രമല്ല, വടക്കൻ ലെബനനിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. വടക്കൻ ലെബനനിൽ നിന്നാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അതിനെതിരെ ശക്തമായ ആക്രമണം നടത്തിയതോടുകൂടി ലെബനൻ യുദ്ധ രംഗത്താണ്. റമദാൻ മാസം പുണ്യമാസമാണ്. മുസ്ലിങ്ങൾ പുണ്യമായി ആചരിക്കുന്ന മാസം. റംസാൻ ഇവിടെ കേരളത്തിലും ജാതി മതഭേദമന്യേ കൊണ്ടാടുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഈ മാസത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഇസ്രായേൽ. എന്തുമാത്രം ക്രൂരതയാണെന്ന് നോക്കണേ. വംശഹത്യ നടത്തി, ആരാധനാലയങ്ങൾ തകർത്തു, അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തു. ഇപ്പോഴത്തെ റമദാൻ എന്ന പുണ്യമാസത്തെ തകർക്കാൻ, ആ പുണ്യമാസം അസ്വസ്ഥമാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു. ഇത് രണ്ട് ഇസ്രായേലിന് അറബ് രാജ്യങ്ങളാകെ കലിതുള്ളി നിൽക്കുകയാണ്. റഫയിലേക്ക് ആക്രമണം നടത്തരുത് എന്ന് പറഞ്ഞിട്ടും ചെറിയ തോതിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. റഫയിലേക്ക് ആക്രമണം നടത്തരുത് എന്ന് പറഞ്ഞിട്ടും അവിടെ ആക്രമണം നടത്തി ഇസ്രായേൽ. 2 തവണയാണ് ആക്രമണം നടത്തിയത്. റഫയിൽ 14 ലക്ഷത്തോളം അഭയാർത്ഥികൾ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ ഒരാക്രമണം ഉണ്ടായാൽ ലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെടും, അഭയാർത്ഥികൾ. ഇസ്രായേലിനുണ്ടോ അഭയാർത്ഥികളും ആരാധനാലയങ്ങളും? അവർ അവരുടേതായ പൈശാചികമായ നടപടി തുടരുന്നു. മാത്രമല്ല, വെറുതെ ഒരു പോർമുഖം ലെബനനുമായി അവർ തുറന്നിരിക്കുന്നു. ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ആക്രമിച്ചതിന് തിരിച്ചടി കൊടുക്കുമെന്ന് ലെബനൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹിസ്ബുള്ളയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹിസ്ബുള്ള വളരെ ശക്തമായ തിരിച്ചടിക്ക് കോപ്പ് കൂട്ടുകയാണ്. മാത്രമല്ല, പശ്ചിമേഷ്യ ആകെ സംഘർഷഭരിതമാക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം. ഹൂത്തികളെ തകർക്കാൻ യമൻ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. ഇസ്രായേലിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. യമനിൽ യുദ്ധം വ്യാപിപ്പിക്കുക, ഇതാണ് ലക്ഷ്യം. പശ്ചിമേഷ്യയാകെ റമദാൻ മാസത്തിൽ നിന്ന് കത്തിക്കുക, ഇതാണ് ഇസ്രായേലിൻ്റെ ക്രൂര തന്ത്രം. ഈ ക്രൂരതന്ത്രം അറബ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. യുദ്ധത്തിന് തയ്യാറാക്കാൻ സൗദി അറേബ്യയും ഖത്തറും ഒക്കെ നിർബന്ധിതരായിരിക്കുന്നു. ഇറാനാകട്ടെ പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഇസ്രായേലിനെ നോട്ടമിട്ടിരിക്കുന്നു. ഇറാനും സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ചാൽ, ലെബനനും യമനും അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ചാൽ ഇസ്രായേലിന് അത് പെടാപ്പാടായി മാറും. ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകും. പക്ഷേ യുദ്ധവെറിയനായ ബെഞ്ചമിൻ നെതന്യാഹു അതിന് തയ്യാറല്ല. അയാൾക്ക് യുദ്ധം നിർത്താൻ താല്പര്യമില്ല. യുദ്ധം നിർത്തിയാൽ നെതന്യാഹുവിനെ വലതുപക്ഷം ചവിട്ടി പുറത്താക്കും. യുദ്ധം നിർത്തിയില്ലെങ്കിൽ നെതന്യാഹുവിനെ സൈന്യവും ജനങ്ങളും ചേർന്ന് ചവിട്ടി പുറത്താക്കും. ഈ സാഹചര്യത്തിൽ സൈന്യത്തെ കൂടെ നിർത്താൻ വേണ്ടി സൈന്യത്തിന് ജോലി കൊടുത്തിരിക്കുകയാണ് നെതന്യാഹു. സൈന്യത്തെ രാജ്യസ്നേഹികളാക്കി മാറ്റാൻ വേണ്ടി സൈന്യത്തെ മുസ്ലിം രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് നെതന്യാഹു. പശ്ചിമേഷ്യ മുഴുവൻ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ. പശ്ചിമേഷ്യ മുഴുവൻ ആക്രമണം അഴിച്ചുവിടാൻ നെതന്യാഹു സൈന്യത്തിന് അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. സൈന്യം അതിന് തയ്യാറായി നിൽക്കുന്നു. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൈന്യത്തിന് മുമ്പിൽ ഇനി ഹീറോയായേ പറ്റൂ. ഗസയിലും ഖാൻ യുനിസിലും ഒക്കെ ഇസ്രായേൽ സൈന്യം തോറ്റോടിയപ്പോൾ നെതന്യാഹു വെറും സീറോയായി മാറി. സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് എത്തണമെങ്കിൽ പശ്ചിമേഷ്യ മുഴുവൻ ആക്രമിക്കണം. ഇതാണ് നെതന്യാഹുവിൻ്റെ ഉള്ളിലിരിപ്പ്. അതിനുള്ള തുടക്കം റഫയിൽ തുടങ്ങി ലെബനനിൽ 2ാം ഘട്ടം തുടങ്ങിയിരിക്കുന്നു. ആദ്യ ഘട്ടം റഫയിൽ തുടങ്ങി, 2ാം ഘട്ടം വടക്കൻ ലെബനനിൽ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും പുണ്യമാസം ചോരയിൽ മുക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമത്തിനെതിരെ
ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള മനുഷ്യസ്നേഹികൾ യുദ്ധത്തെ വെറുക്കുന്നവർ ഒരുമിക്കുമെന്ന് പ്രതീക്ഷിക്കാം.